കൗൺസിലറായിരുന്ന തിരുമല അനിൽകുമാറിന്റെ വിയോഗത്തിൽ വളരെയേറെ വേദനാജനകമായിട്ടുള്ള ഒരു നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചയാണ് എന്തായാലും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടത്. BJP-യിലെ പല നേതാക്കളും ഇതേക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. ഇപ്പോൾ നമുക്കൊപ്പം അദ്ദേഹത്തിന്റെ ഓർമ്മകൾ, ആ മരിക്കുന്നതിന് തൊട്ട് മുന്നുള്ള പല കാര്യങ്ങളും ഇപ്പോൾ വെളിപ്പെടുത്തുകയാണ് കരമന അജിത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. അതിനു മുന്നേ അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവയ്ക്കുകയുണ്ടായി. അദ്ദേഹം ഈ ഒരു മരണത്തിന്, അദ്ദേഹത്തിന്റെ അനിൽകുമാറിന്റെ മരണത്തിന് തൊട്ട് മുൻപ് അദ്ദേഹം കണ്ട സ്വപ്നത്തെക്കുറിച്ചും അതുപോലെ തന്നെ തന്റെ എന്തായിരുന്നു തന്റെ അടുത്ത സുഹൃത്തും അതുപോലെ തന്നെ തന്റെ വലങ്കൈ ആയിരുന്നു അനിൽകുമാർ എന്ന് തന്നെയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. വളരെ ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകളാണ് അദ്ദേഹം ഇപ്പോൾ നടത്തുന്നത്. തിരുമല അനിൽ സാറിന്റെ വിയോഗത്തിൽ തന്നെയാണ് BJP നേതാക്കൾ ഏറ്റവും വേദനയേറിയ ഒരു നിമിഷം തന്നെയായിരുന്നു. അപ്പൊ കഴിഞ്ഞ ദിവസം സാർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറിനായിട്ടുള്ള ഏറ്റവും കൂടുതൽ അടുപ്പമുണ്ടായിരുന്ന ഒരു വ്യക്തി ആയിരുന്നു. അപ്പോൾ എന്താണ് സാറിന് പറയാനുള്ളത്? സാർ ഒരു സ്വപ്നം കണ്ടതിനെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുകയുണ്ടായി. എന്താണ് പറയാനുള്ളത്? തിരുമല അനിലുമായിട്ട് ഒരു 40 വർഷത്തെ 4 പതിറ്റാണ്ട് കാലത്തെ ബന്ധമാണ് ഞാനുമായിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് വ്യക്തിപരമായി പറയുകയാണെങ്കിൽ തികച്ചും ഒരു സൗമ്യ സ്വഭാവമുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. മികച്ച സംഘാടകനായിരുന്നു, മികച്ച പാർലമെന്ററിയനുമായിരുന്നു, മികച്ച വാഗ്മിയുമായിരുന്നു. തീർച്ചയായിട്ടും മറ്റ് പലരിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് തീർച്ചയായിട്ടും അയാളുടെ എല്ലാ വീക്ഷണങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ 10 വർഷക്കാലം നമ്മൾ രണ്ടുപേരും 2015 തിരുവനന്തപുരം നഗരസഭയിൽ ജനപ്രതിനിധിയായി എത്തുകയാണ്. എൻ്റെ വലതുവശം പലപ്പോഴും കണ്ടിരിക്കും, സഭയിൽ എൻ്റെ വലതുവശത്ത് ഒരു വലം കൈയായി എപ്പോഴും ആശയങ്ങൾ, അതായത് നമ്മുടെ നഗരസഭയുടെ അജണ്ടകൾ വരുന്ന സമയത്ത് ഏത് അജണ്ട ഏത് തരത്തിൽ അവതരിപ്പിക്കണമെന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തി ഒരേ അജണ്ടയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിൽ ഏതൊക്കെ പോയിന്റ് ആരൊക്കെ സംസാരിക്കണം എന്നതിനെക്കുറിച്ചും കൃത്യമായി നമ്മൾ രണ്ടുപേരും കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് അത് പലപ്പോഴും ഭരണസമിതിയെ പ്രതിസന്ധിയിലാക്കുകയും പ്രതിക്കൂട്ടിലാക്കുകയും അവർക്ക് ഉത്തരം പറയാൻ പോലും പറ്റാത്ത തരത്തിലാക്കുകയും ഒക്കെ നമുക്ക് ചെയ്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അനിയുടെ വിയോഗം വ്യക്തിപരമായി ഒരു കൗൺസിലർ എന്ന നിലയിൽ ഒരാൾക്ക് വലം കൈ നഷ്ടപ്പെട്ടാൽ എങ്ങനെയാണ്, അത് തന്നെയാണ് എൻ്റെ അനുഭവം. കഴിഞ്ഞ കുറച്ചു കാലം കൊണ്ട്, അതായത് ഒരു 4-5 മാസം കൊണ്ട് തികച്ചും അസ്വസ്ഥനായിരുന്നു അദ്ദേഹം. പലപ്പോഴും ഈ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ അദ്ദേഹത്തോടൊപ്പം സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ പറയുന്നത്, ബാങ്കിൽ ഇപ്പോൾ അറിയാമല്ലോ, കരുവല്ലൂരിൻ്റെയും കണ്ടള ബാങ്കിൻ്റെയും ഒക്കെ സഹകരണ മേഖലയുടെ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് താൻ നേതൃത്വം കൊടുക്കുന്ന, താൻ പ്രസിഡന്റായിട്ടുള്ള ബാങ്കിൽ ചില വിഷയങ്ങളുണ്ട് എന്നതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അത് മറ്റൊന്നുമല്ല, ഞാൻ അപ്പോഴെടുത്തു ചോദിച്ചു, എന്തെങ്കിലും മറ്റു തരത്തിലുള്ള തിരിമറികൾ നടന്നിട്ടുണ്ടോ, താങ്കളറിയാതെ വല്ല തിരിമറി, അതുകൊണ്ടാണോ ഈ അസ്വസ്ഥത എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പറയുന്നത്, രാജ്യത്തെ 2023-24 ഓഡിറ്റ് കഴിഞ്ഞു. തീർച്ചയായിട്ടും അവിടെ ഒരു തരത്തിലുമുള്ള മറ്റ് ക്രമക്കേടുകളൊന്നുമില്ല. ഭരണസമിതിയിലെ അംഗങ്ങൾ അല്ലെങ്കിൽ ഞാനോ അനധികൃതമായി ലോണുകൾ കൊടുക്കുകയോ അല്ലെങ്കിൽ മറ്റു ബാങ്കുകളിൽ സംഭവിച്ചിട്ടുള്ള കള്ളപ്രമാണങ്ങൾ വെച്ചിട്ടുള്ള ലോണുകൾ, തിരിമറികൾ, ഇതൊന്നും അവിടെ നടന്നിട്ടില്ല. ഞങ്ങൾക്ക് 11 കോടി രൂപയുടെ ആസ്തിയുണ്ട്. അതിൽ 6 കോടി രൂപ മാത്രമാണ് നമുക്ക് കൊടുക്കേണ്ടത്. പിരിഞ്ഞു കിട്ടുവാൻ നിരവധി തുക നമുക്കുണ്ട്. പക്ഷെ അത് ഇപ്പോഴത്തെ അവസ്ഥയിൽ പിരിഞ്ഞു കിട്ടാനുള്ള സാധ്യത കുറവാണ്. പലരുടെ കയ്യിൽ നിന്നും വ്യക്തിപരമായി ഒരു ഞാനുമായിട്ടുള്ള അടുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ, അനിലുമായിട്ടുള്ള അടുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ പലരും ഡെപ്പോസിറ്റുകൾ, ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരുടെ ആവശ്യത്തിന് നമുക്ക് കൊടുക്കുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യം സംജാതമായിരിക്കുകയാണ്. അത് എന്നെ വല്ലാതെ അലട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ സമയത്ത് ഞാൻ പലപ്പോഴും അദ്ദേഹത്തെ കൗൺസിലിൽ ഇരിക്കുമ്പോൾ തന്നെ പല ഫോണുകളും വരുമ്പോൾ ആ ഫോണുകൾ വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പെരുമാറ്റവും ഒക്കെ എന്നെ വല്ലാതെ എന്നെ കൂടെ അസ്വസ്ഥതയാക്കിയിട്ടുണ്ട്. കാരണം അപ്പോഴൊക്കെ സമാധാനപ്പെടുത്തുക എന്നുള്ള ഒരു, അല്ലാതെ നമ്മളെ കയ്യിൽ നമ്മളെ സംബന്ധിച്ച് പണമായിട്ട് സഹായിക്കാൻ പറ്റത്തില്ല. സമാധാനപ്പെടുത്തുക അല്ലാതെ മറ്റൊരു പോംവഴിയും എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹം 1-2 ഒരു 4-5 പേര്
പണം തരാനുള്ള ആൾക്കാരെ ബന്ധപ്പെടാൻ വേണ്ടി എന്നെ ചുമതലപ്പെടുത്തി. അതെ അതെ, ആ സമയത്ത് ഞാൻ അവരെ ബന്ധപ്പെട്ടു. അടുത്ത കാലങ്ങളിൽ തന്നെ അതൊക്കെ അടിയന്തരമായിട്ട് കൊടുക്കണം. കാരണം അത് കാരണമൊന്നും മറ്റൊന്നല്ല. കഴിഞ്ഞ മാസം 30-ാം തീയതി നമ്മുടെ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസുമായി ബന്ധപ്പെട്ട് വിളിച്ചിരുന്നു. അത് 30-ാം തീയതി ഞാൻ കാശ് കൊടുക്കാമെന്ന് ഏറ്റിരിക്കുകയാണ്. കഴിഞ്ഞ കൗൺസിൽ, അതായത് നമ്മുടെ ഇതിപ്പോൾ ഈ തൊട്ടടുത്ത കൗൺസിലിൽ നമ്മൾ സംസാരിക്കുന്ന 26-ാം തീയതി ഉള്ള ജനറൽ കൗൺസിലിനാണ് ഈ ആ കാര്യം സംസാരിക്കുന്നത്. 30-ാം തീയതി പണം കൊടുത്തില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവും, അത് മാനക്കേടാവും. ഞാന് അറിയാമല്ലോ, അജിത്തിന് അറിയാമല്ലോ, ഒരു ചായ പോലും അവിടെ നിന്ന് ഞാൻ എടുത്ത് എഴുതിയിട്ടില്ല. പക്ഷെ ആ പണം കൊടുത്തില്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണ് എന്നുള്ള തരത്തിൽ വളരെ പ്രയാസത്തിൽ എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലും ഇത്തരം ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് എനിക്ക് തന്നെ ഒരു ഭയമായി. ഒരു കാലാംശത്തിൽ അദ്ദേഹം പറഞ്ഞു, എൻ്റെ മക്കള്, രണ്ട് പെൺമക്കൾ അജിത്തെ, എൻ്റെ മൂത്ത മോളും നിന്റെ മൂത്ത മോളും ഒരേ പ്രായക്കാരാണ്, 21 വയസ്സ്. എൻ്റെ ഇളയ മകൾ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്നു, അജിത്തിന്റെ മകളും 8-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞങ്ങൾ രണ്ടും പെൺമക്കളാണ്. ഞങ്ങൾ രണ്ടു മക്കൾ ഒരേ പ്രായത്തിൽ ഉള്ള മക്കളാണ്. അപ്പൊ അജിത്തിന് എൻ്റെ പ്രയാസം മനസ്സിലാക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ആലോചിക്കുമ്പോഴാണ് എനിക്ക് പലതും പല സ്ഥലങ്ങളിലും എനിക്ക് അവരെ ആലോചിക്കുമ്പോൾ എനിക്ക് എന്താ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോൾ എനിക്ക് തന്നെ ഒരു ഭയം തോന്നിയിരുന്നു. അത് സംസാരിച്ച് കഴിയുന്ന സമയത്ത് തന്നെ അതിൽ നിറക്കണ്ണോടെയാണ് പിരിയുന്നത്. എനിക്കൊരു ഭയമുണ്ടായി. സാധാരണയായി ഞാനിപ്പോൾ ഒരു ഫേസ്ബുക്കിൽ അതിനെക്കുറിച്ച് ഒരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 15-ാം തീയതി, കഴിഞ്ഞ ജൂലൈ 15-ാം തീയതി രാത്രി ഒരു ദുസ്വപ്നം അനിലിനെ കുറിച്ച് എന്ന് പറഞ്ഞാൽ, അനിലിന്റെ ഈ വാക്കുകളൊക്കെ എൻ്റെ മനസ്സിൽ ഒരാളിനെ കുറിച്ചോ ഒരു സംഭവത്തെ കുറിച്ചോ നമ്മൾ ആലോചിച്ചുകൊണ്ട് കിടക്കുമ്പോൾ തീർച്ചയായിട്ടും സ്വപ്നത്തിൽ അതൊക്കെ വരുന്നത് സ്വാഭാവികമാണ്. പക്ഷെ അതൊരു ദുർസ്വപ്നമായിരുന്നു. തൊട്ടടുത്ത ദിവസം 16-ാം തീയതി നഗരസഭയിൽ ലാപ്ടോപ്പ് അഴിമതിയുമായി ബന്ധപ്പെട്ട ഒരു സമരം നടക്കുന്ന സമയത്ത് ഞാൻ നമ്മുടെ പാർട്ടിയുടെ ലീഡർ M.R. ഗോപനടുത്ത് ഈ കാര്യം സൂചിപ്പിച്ചു. ഗോപൻജി, അനിലിനെ കുറിച്ച് വളരെ മോശമായ കണ്ടു. അനിലിന്റെ അവസ്ഥ വല്ലാത്ത ഒരു ഇതാണ്. അതിന് നമ്മൾ കൂട്ടായി അവരുടെ ഡെപ്പോസിറ്റ് ആൾക്കാരെ സമാധാനപ്പെടുത്താനും അതുപോലെ തന്നെ അടയ്ക്കേണ്ട ആൾക്കാരെ ഇതൊക്കെ ചെയ്യും. നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ. അതാണ് അദ്ദേഹത്തിന് അലട്ടുന്നത്. അല്ല, എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അത് എന്നെയും ഭയങ്കരമായിട്ട് മാനസികമായിട്ട് അനിലിനെ കാണാൻ അദ്ദേഹം പറഞ്ഞു, അനിലിൻ്റെ അടുത്ത് ഈ കാര്യം പറയണ്ട, അജിത്ത് ഒരു കാര്യം ചെയ്യൂ, എന്തെങ്കിലും കണ്ടാൽ അത് പുറത്തു പറഞ്ഞാൽ അത് ഫലിക്കില്ല, അതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിക്കില്ല, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുന്നു എന്നെ സമാധാനപ്പെടുത്തി. എന്നിരുന്നാലും പല പ്രാവശ്യവും അത്തരത്തില് ഇങ്ങനെ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ എനിക്ക് നിരവധി പ്രാവശ്യം ഉണ്ടായിട്ടുള്ളത്. എൻ്റെ അനുജൻ 22 വർഷത്തിന് മുമ്പ് പോലീസ് ഓട്ടിച്ച് നമ്മളെ പാർവതി പുത്തനാറിൽ മരണപ്പെട്ട സംഭവം, അതിന് തൊട്ടടുത്ത് 2-3 ദിവസം മുമ്പേയും എനിക്ക് ഇത്തരത്തിൽ ഒരു ഉൾവിളി, എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് അന്നും ഉണ്ടായിട്ടുണ്ട്. പല സംഭവങ്ങളും, അത് എൻ്റെ അച്ഛൻ്റെ മരണവുമായി ബന്ധപ്പെട്ടാലും അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ടാലും ഇതെല്ലാം ഉൾവിളി എനിക്കുണ്ടാകും. അതുപോലെ എൻ്റെ അച്ഛനോ അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം ഉള്ളതുപോലെ ഒരടുപ്പം, ഞാൻ പറഞ്ഞല്ലോ 4 പതിറ്റാണ്ട് കാലത്തെ ബന്ധമെന്ന് പറയുന്നത് നിസ്സാരമല്ല. പലതും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? തീർച്ചയായിട്ടും അത് സംഭവിച്ചു. എന്താ പറയാ? ഇപ്പോ അദ്ദേഹത്തിന്റെ ആ ഒരു വിയോഗം എത്രയേറെ വേദനിച്ചെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോ ആ സമയത്ത് ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ആ ആത്മഹത്യാക്കുറിപ്പില് സഹായിച്ചില്ല, BJP സഹായിച്ചില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരം വന്നു. അപ്പൊ സാറിന്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും സംസാരിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പൊ BJP ആ സമയത്ത് സംസാരിക്കുകയും മറ്റൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഇല്ല, അതല്ല. ആത്മഹത്യാക്കുറിപ്പില് ഞാൻ പലരെയും ഞാൻ ഇപ്പോഴാണ് ഇപ്പൊ നിങ്ങൾ വരുന്നതിന് മുമ്പെയാണ് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഞാൻ പലരെയും സഹായിച്ചു. പക്ഷേ എന്നെ സഹായിക്കാൻ ഞാൻ ഒറ്റപ്പെട്ടു.
എന്ന് പറഞ്ഞു. കാരണം അദ്ദേഹം അത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല. നമ്മുടെ എല്ലായിടത്തും സംസാരിക്കും. ഇപ്പം എൻ്റെ അടുത്തായിരുന്നാലും എംആറിൻ്റെ അടുത്തായിരുന്നാലും അതുപോലെ തന്നെ നമ്മുടെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ അടുത്തായിരുന്നാലും ഇവരുടെ ഇതൊക്കെ സംസാരിച്ചു. നമ്മളൊക്കെ ഇതിനെക്കുറിച്ച് കൂട്ടായിട്ടിരുന്ന് സംസാരിക്കുകയും ചെയ്തു. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ എടുക്കേണ്ട ആൾക്കാരെ കുറിച്ചും ഒക്കെ ചെയ്തു. പക്ഷെ അയാള് ഈ സാമ്പത്തിക പ്രശ്നം ആണ് എന്ന് മാത്രം എനിക്ക് പറയാൻ സാധിക്കില്ല. ആളെ കോൾ ലിസ്റ്റ് പരിശോധിക്കണം. പിന്നീട് വേറെ എന്താണെന്ന് എനിക്ക് ഒരിക്കലും കുട്ടികളുടെ മുഖം നോക്കുന്ന അനില് കുടുംബത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളാണ്. ഒരിക്കലും അദ്ദേഹം ഒരു ചെറിയ ഇത്തരത്തിലൊരു സാമ്പത്തിക ക്രമക്കേട് കൊണ്ട് മാത്രം ഒരു മരണം സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പോലീസ് അയാൾ അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരുന്നു എന്നുള്ളത് സത്യമാണ്. കാരണം 30-ാം തീയതി ഞാൻ പറഞ്ഞല്ലോ, 30-ാം തീയതി പണം കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അന്ത്യശാസനം കൊടുത്തു. 20-ാം തീയതിയാണ് അദ്ദേഹം മരണപ്പെടുന്നതിൻ്റെ അന്ന് രാവിലെ 10 മണിക്ക് പണം എത്തിക്കണമെന്ന് അന്ത്യശാസനം കൊടുത്തു. പോലീസ് അന്ത്യശാസനം കൊടുത്തു എന്നുള്ളത് വ്യക്തമാണ്. അതില് പോലീസ് എന്ത് തന്നെ മറച്ചു വെച്ചിരുന്നാലും കൊടുത്തു. പക്ഷെ പലതരത്തിലുള്ള പ്രതിസന്ധികൾ നേരിട്ടുള്ള ആളാണ് അനിൽ. സംഘടനാപരമായി മുൻകാലങ്ങളിലെ സംഘടനാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി സംഘർഷ സമയങ്ങളിൽ അദ്ദേഹം ഈ പ്രസ്ഥാനത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ പണം, അതായത് ക്രമക്കേട്, കൈനീട്ടി വാങ്ങിച്ച പൈസ കൊടുക്കുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു കുറ്റബോധം അദ്ദേഹത്തിന് മനസ്സിലുണ്ട്. അത് മാത്രമല്ല, ഈ പോലീസ് ഒരു സാമ്പത്തിക ഇടപാടത്തിൽ നിന്ന് ഇടപെടാൻ പോലീസിന് അധികാരമൊന്നുമില്ല. അതൊക്കെ അറിയാം. അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. എത്ര കൊടുക്കണം? 30-ാം തീയതി കൊടുക്കണം, 20-ാം തീയതി കൊടുക്കണം. ഇവരാരാ? അവര് എഫ്ഐആർ ഇടാമല്ലോ. പക്ഷേ അന്ത്യശാസനം കൊടുത്തില്ലെങ്കിൽ മാനസികപരമായി അദ്ദേഹത്തെ പീഡിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം. അത് അദ്ദേഹത്തിന് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇദ്ദേഹം 20-ാം തീയതി കൊടുക്കാൻ സാധിക്കാത്തതിൽ ഈ പോലീസ് പറയുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഒരു ആത്മാർത്ഥതയുണ്ട്. പറഞ്ഞ വാക്കുകൾ കൃത്യമായി പാലിക്കുന്ന കൂട്ടത്തിലുള്ളതായിരുന്നു. പല കാര്യങ്ങളും നമ്മൾ അയാളെ രാഷ്ട്രീയ ജീവിതം നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് കൃത്യനിഷ്ഠതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അത് പോലീസ് ഇത്തരത്തിൽ പിടിവാശി ചെയ്യുമ്പോൾ അത് വീട്ടിൽ കയറി മക്കളെ മുന്നിൽ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. അത് അയാളെ വളരെ തളർത്തി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരാളെ അടി കൊടുത്തു, ഒരു ക്രിമിനൽ കേസ് ഉണ്ടായി, കുഴപ്പമില്ല. ഇതല്ലല്ലോ. മാത്രമല്ല, ഈ CPM-ഉം അതുപോലെ തന്നെ നമ്മുടെ ഈ നമ്മുടെ ഭരണസമിതിയും ഇവിടെ എല്ലാവരുടെയും ഒരു ഗൂഢാലോചന ഇതിൻ്റെ അകത്തുണ്ട്. കാരണം നമ്മുടെ മുട്ടത്തറയിലെ കൗൺസിലിന്റെ ഒരു വിഷയം ഉണ്ടായല്ലോ. ആ വിഷയത്തിന് അവരെ സംബന്ധിച്ച് നേരിട്ട് കൈകൊണ്ട് പണം വാങ്ങിക്കുന്ന, കൈക്കൂലി വാങ്ങിക്കുന്ന ഒരു ചാനല് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് മുഖം രക്ഷിക്കണം അവർക്ക്. അതിന് അനിലിന്റെ ഈ ബാങ്കിലുള്ള വിഷയങ്ങൾ ഉയർത്തി കാണിച്ചു അനിലിനെ ഒരു ദിവസമെങ്കിലും കസ്റ്റഡിയിൽ വയ്ക്കുവാനും അതിനൊരു ഗൂഢാലോചനയൊക്കെ നടന്നിട്ടുണ്ട്. അത് എങ്ങനെയോ ഏതോ വിധത്തിൽ അയാളെ മനസ്സിലാക്കിയ അനിൽ ഇത് ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും നിയമമുണ്ടല്ലോ, ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ. അവര് അന്വേഷിക്കണം. അനിലിന്റെ കോൾ റെക്കോർഡും ഫോണിന്റെ ഡീറ്റെയിൽസും ഒക്കെ എടുത്ത് ഇതിന്റെ പിന്നിൽ ആരായിരുന്നാലും ശരി തന്നെ അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. ഈ പ്രേരണയ്ക്ക് കാരണക്കാരായ ആരായിരുന്നാലും അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ്. ഏറ്റവും കൂടുതൽ അടുത്ത സുഹൃത്താണല്ലേ? ഞാൻ അനിലിനെ വിളിക്കുന്നത് ഈ 14-ാം തീയതിയോ 15-ാം തീയതിയോ. അത് ഈ കാര്യങ്ങളൊന്നും നമ്മൾ സംസാരിച്ചിട്ടില്ല. കാരണം അന്ന് വളരെ ഹാപ്പി ആയിട്ടാണ് അദ്ദേഹം എന്നോട് സംസാരിച്ചത്. നമ്മൾ ഈ ദക്ഷിണ മേഖലയുടെ ഔട്ട്റീച്ചിന്റെ ഒരു ചുമതല എനിക്കുണ്ട്, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട. അതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സിറ്റിയുടെ ഔട്ട്റീച്ചിന്റെ ചുമതല നോക്കുന്ന കാര്യകർത്താവാണ് ജനറൽ സെക്രട്ടറിയായ അനിൽ.
അതുമായി ബന്ധപ്പെട്ട് അതിലൊരു സംഘടനാ രൂപം കൊടുക്കുവാൻ അത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് സംഘടനാ കാര്യമാണ് നമ്മളന്ന് സംസാരിച്ചത്. ഈ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹവും എന്നോട് പറഞ്ഞില്ല, ഞാനൊട്ട് അങ്ങോട്ട് ചോദിച്ചുമില്ല. കാരണം പറയുമ്പോൾ പരാജയത്തെ വളരെ വ്യത്യസ്തമായി, അതായത് കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പേ കാണും പോലെ അല്ല, അദ്ദേഹം വളരെ താല്പര്യത്തോട് കാണുകയും അതിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൃത്യതയോടുകൂടി നോട്ട് ചെയ്യുകയും ചെയ്യുന്ന തരത്തിലേക്ക്. അപ്പോൾ കയ്യിൽ പേനയൊന്നും ഇല്ലായിരുന്നു. എനിക്ക് രാജ്യത്തെ പേന എടുത്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം എഴുതിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കറിയില്ല, ഞാൻ കണ്ടില്ല, ഫോണിൽ കൂടെ സംസാരിച്ചതാണ്. പക്ഷെ അത്ര വളരെ സംഘടനാ താല്പര്യം വളരെ ഗൗരവത്തോടു കൂടി കേൾക്കുന്ന ഒരു അനിലിനെയാണ് ഞാനത് അവസാനമായ വാക്കുകൾ അദ്ദേഹത്തിൽ നിന്ന് വീക്ഷിക്കുവാൻ എനിക്ക് സാധിച്ചത്. തീർച്ചയായിട്ടും ദൗർഭാഗ്യകരമായി പോയി. നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം ആരായിരുന്നാലും.